ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഈ കീ ചെയിൻ ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ മാജിക് റിംഗ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷ്യം കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം യാണൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി സെക്കൻഡ് റൗണ്ട്. ഇതിൽ ഫസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അടുത്ത ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്ത് അവസാനം 12 സിംഗിൾ ക്രോഷ്യ കിട്ടണം. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി തേർഡ് റൗണ്ടിൽ ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ചെയിനിൽ ഒരു ഇൻക്രീസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്, 2 സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പം 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവുമ്പം 18 സിംഗിൾ ക്രോഷ്യ കിട്ടണം. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഫോർത്ത് റൗണ്ടിൽ ആദ്യത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇനി മൂന്നാമത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ റൗണ്ടിൻ്റെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ്. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഫുള്ള് 24 സിംഗിൾ ക്രോഷ്യ കിട്ടണം. എന്നിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 5th റൗണ്ട് മുതൽ 8th റൗണ്ട് വരെ ഈ സെയിം ആണ്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. അങ്ങനെ ടോട്ടല് 24 സിംഗിൾ ക്രോഷ്യ വീതം 4 റൗണ്ട് ചെയ്ത് കൊടുക്കണം.
ഞാൻ 8th റൗണ്ട് വരെ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8th റൗണ്ട് ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 9th റൗണ്ട് ആദ്യത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിൽ ഒരു ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് 9th റൗണ്ടിൻ്റെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ, ഡിക്രീസ്. ഇത് റിപ്പീറ്റ് ചെയ്ത് പോകണം. അങ്ങനെ ലാസ്റ്റ് 16 സിംഗിൾ ക്രോഷ്യ കിട്ടണം. ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാം. ഞാനിവിടെ കുറച്ച് തുണി കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി 10th റൗണ്ടിൽ 8 ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ തുണി കട്ട് ചെയ്യേണ്ടത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം. അല്ലാണ്ട് ഒരു വലിയ പീസ് കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കല്ല. കാരണം ഐസൊക്കെ ചെയ്ത് കൊടുക്കുമ്പം അത് ഭയങ്കര പാടാവും. അപ്പോൾ അങ്ങനെ ചെയ്യണം. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള യാൺ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിതുപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൂടെ കൊടുക്കണം. ഇനി നമുക്ക് ഈ കീ ചെയിനുള്ള ഡീറ്റെയിൽസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഐസ് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് എൻഡൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ടൈ ചെയ്യുമ്പം ഒരുപാട് മുറുക്കി വലിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐസൊക്കെ ഉള്ളിലോട്ട് കയറിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം.
ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ചെയ്തു കൊടുക്കാം. അങ്ങനെ കീ ചെയിൻ്റെ മെയിൻ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് റൗണ്ട് മുതൽ 4th റൗണ്ട് വരെ നമ്മൾ മുമ്പേ ചെയ്ത സെയിം സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇത് 5th റൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 5th റൗണ്ടിൽ ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇനി 4th ചെയിനിലോട്ട് ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതാണ് 5th റൗണ്ടിൻ്റെ പാറ്റേൺ. 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് 30 സിംഗിൾ ക്രോഷ്യ ലാസ്റ്റ് കിട്ടണം. ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 6th റൗണ്ട് മുതൽ 8th റൗണ്ട് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോ റൗണ്ടിലും ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യ വീതം 3 റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. എയ്ത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 9th റൗണ്ടിൽ ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അടുത്ത ചെയിനിലോട്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ചെയിനിലോട്ട് ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് 9th റൗണ്ടിൻ്റെ പാറ്റേൺ. 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. ഇത് റിപ്പീറ്റ് ചെയ്ത് പോകണം. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യ കിട്ടണം. ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടി ഇട്ട് കൊടുത്തിട്ട് യാൺ കട്ട് ചെയ്ത് ഒന്ന് ഹൈഡ് കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ പിങ്ക് ഇയേഴ്സ് വേണമെങ്കിൽ ആദ്യം മാജിക് റിങ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് മാജിക് റിങ്ങിലോട്ട് 5 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് യാൺ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി സ്റ്റെമ്മ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം മാജിക് റിങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2 ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. തേർഡ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യം ചെയ്ത് കൊടുക്കണം. ഇനി മാജിക് റിങ്ങിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ആദ്യം 3 ചെയിൻ, പിന്നെ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ചും തേർഡിലോട്ട് സിംഗിൾ ക്രോഷ്യം ചെയ്യണം. എന്നിട്ട് മാജിക് റിങ്ങിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് വെക്കണം. ഇതുപോലെ ടോട്ടൽ 4-5 ചെയ്ത് മാജിക് റിങ്ങൂടെ ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ബൈ.